ഗൈസ്, അപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു ദിവസമാണ് ഇന്ന്. ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് പുള്ളി എനിക്ക് സർപ്രൈസ് തന്നിട്ടുണ്ട്. വേറെ എവിടെയും അല്ലാട്ടോ, നമ്മൾ ഹോട്ടൽ റമദയിലാണ് വന്നേക്കുന്നത്. ഞാനിവിടെ വന്നപ്പോഴാണ് ഇത് അറിഞ്ഞേക്കുന്നത്. ഈ സംഭവം എങ്ങടെ പോണേന്ന് വെച്ചിട്ട് ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് വെഡിങ് ആനിവേഴ്സറി സർപ്രൈസ് ആണെന്നുള്ളത്. അങ്ങനെ നമ്മൾ റമദയിലെത്തി. അപ്പോൾ അത് ഈ റമദയിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നല്ല വ്യൂ ആണ് ഇവിടെ. എവിടെ നോക്കിയാലും നല്ല വ്യൂ ആണെന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ നടക്കണ വഴികളും പിന്നെ എന്താ പറയുക, നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാകും ഇത് നല്ല അത്രയ്ക്ക് അടിപൊളി നല്ലൊരു ഹോട്ടലാണെന്ന് പറയാം. അപ്പോൾ നമ്മളിവിടെ കേക്ക് കട്ട് ചെയ്യാനൊക്കെ ആയിട്ട് മാത്രമായിട്ടാണ് വന്നേക്കുന്നത്. സ്റ്റേ ഇല്ല. അപ്പോൾ ഒരു ദിവസം ഫുള്ള് നമ്മളിവിടെയാണ് കേട്ടോ. അപ്പോൾ ഞാനും ഞങ്ങളുടെ ഫാമിലി, എൻ്റെ ബ്രദറിൻ്റെ ഫാമിലി ഉണ്ട്. അപ്പോൾ ബ്രദറിൻ്റെ പേര് ഷനൂബ് എന്നാണ്. അപ്പോൾ അവരും അവരുടെ വൈഫ് പിന്നെ ഒരു മോനുണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടി വന്നേക്കണം. അപ്പോൾ ഞങ്ങളുടെ ഒരേ വൈബുള്ള ആൾക്കാരാണ് അവരും. അപ്പോൾ നമ്മുടെ വൈബ് തമ്മിൽ എന്തായാലും നല്ലൊരു ചേർച്ചയാണ്. അതുകൊണ്ട് നമ്മൾ എവിടെയാണെങ്കിലും അവരും ഉണ്ടാവും നമ്മുടെ കൂടെ. അങ്ങനെ നമ്മൾ റമദയിലെത്തി. നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഒരു സൈഡ് നല്ല കായലൊന്നുമല്ല, കായലാണ് ഒരു സൈഡ്. അപ്പോൾ നമ്മൾ ആ കായലിൻ്റെ അടുത്തൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ ഒരു പൂള് കാണുന്നുണ്ട് കേട്ടോ. എൻ്റെ പൊന്നൊന്നും പറയണ്ട, പൂളാണ് ഏറ്റവും അടിപൊളിയായിട്ടുള്ളത്. ഈ പുഴ പോലെയാണ് ഈ പൂള് ഇങ്ങനെ കിടക്കുന്നത് കേട്ടോ. ഇപ്പോൾ സാധാരണ ഹോട്ടലിൽ പോകുമ്പോൾ ഒരു ഹോള് പോലെയൊക്കെയുള്ളൊരു സംഭവമായിരിക്കും. പക്ഷേ ഇതങ്ങനെയല്ല, ഇതൊരു പുഴ പോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് പൂള് കണ്ടിട്ട് ചാടാൻ വേണ്ടി തോന്നുന്നുണ്ട് കേട്ടോ. പക്ഷേ ഞങ്ങളിപ്പോൾ ചാടണില്ല. ഫുഡ് കഴിഞ്ഞിട്ടാണ് പുള്ളിക്ക് ചാടുന്നത്. അപ്പോൾ ഞങ്ങൾ കുറേ നേരം അവിടെ ഇവിടെയൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അതിന് പിന്നെ കേക്ക് കട്ട് ചെയ്യാനായിട്ട് പോവാണ്ട. അങ്ങനെ കേക്ക് കട്ടിങ് കാണാം. അപ്പോൾ എന്താ പറയുക, എൻ്റെ സന്തോഷം എനിക്ക് അത് നിങ്ങളെ പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. കാരണം എനിക്ക് അത്രയ്ക്ക് സന്തോഷമാണ് അത്. അപ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്നുള്ളതാണ് കേട്ടോ. ജസ്റ്റ് ഒരു കേക്ക് കട്ടിങ് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ ഇത്രയും വലിയൊരു ലക്ഷറി ഹോട്ടലിൽ വന്ന് നമ്മളൊരു കേക്ക് കട്ടിങ് നടത്തുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാണ്ട. അപ്പോൾ സമയം ഒരു 1 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് പൂളിച്ചാടാം എന്നോർത്തിട്ട് ആണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ആദ്യം അങ്ങോട്ട് പോയി. അപ്പോൾ ഫുഡിൻ്റെ കാര്യമൊന്നും പറയണ്ടാട്ട മക്കളെ, ഒരു രക്ഷയില്ല എന്നുള്ളത്. അത് കണ്ട ഡെസേർട്ടുകളൊക്കെ എന്തൊക്കെ ഐറ്റംസ് ഇവിടെ ഇരിക്കുക, നമുക്ക് എന്ത് വേണമെങ്കിലും എടുത്ത് കഴിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഡെസേർട്ട് ഉണ്ട്, ചിക്കൻ, മട്ടൻ, എല്ലാവരും വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഫുഡുകളുണ്ട്. പക്ഷേ എനിക്ക് ഓരോന്നും വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. ജസ്റ്റ് ഒന്ന് ഞാൻ ഓടിച്ചൊന്ന് എടുത്തോളൂ. അപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ചിട്ടാവാം ബാക്കി ഈ കഥ പറച്ചിൽ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കണതിൻ്റെ ഇടയിലൊരു മാജിക്കുകാരൻ വന്നിട്ട്, അപ്പോൾ ഇതിൻ്റെ ഇടയിലൊരു ഈ റെസ്റ്റോറൻറ്റിൽ ഒരു മാജിക് നടത്തുന്ന ഒരാളുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി വന്ന് ഞങ്ങൾക്ക് കുറച്ച് നേരം ഞങ്ങളുടെ അടുത്ത് നിന്ന് കുറച്ച് മാജിക്കുകളൊക്കെ കാണിച്ചു. അങ്ങനെ അടിപൊളി മാജിക് ആയിരുന്നിട്ട്. അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ ഫുഡും കഴിഞ്ഞു. പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല, പൂളിലേക്ക് ചാടാനുള്ള പരിപാടിയാണ്. ഞാൻ ചാടിക്കഴിഞ്ഞു. ബാക്കി എല്ലാവരും പുള്ളിറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മാത്രം ഇറങ്ങിയിട്ടായിരുന്നു. നമ്മളിപ്പോൾ ഡ്രസ്സിങ്ങൊക്കെ മാറ്റിയിട്ട്
പൂളിലിറങ്ങി. അപ്പോൾ ഇവർ ഇതേ മുങ്ങിയും താന്നൊക്കെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല അടിപൊളി പൂളാണ് ഇത്. എനിക്ക് ഈ പൂളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, കാരണം അത്രയ്ക്ക് ഭംഗിയാണ്. അപ്പോൾ ആ ഒരു സൈഡിൽ ഇങ്ങനെ സായിപ്പന്മാർ അവരൊക്കെ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കണു. പിന്നെ എന്താ പറയുക, കുറച്ചധികം നേരം ഒരുപാട് സമയം കിട്ടി പൂളിലിറങ്ങാനായിട്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പുള്ളി കിടന്ന് ഇങ്ങനെ ഒരുപാട് നേരം നമുക്ക് പൂളിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കയറാനായിട്ട് തോന്നൂല എന്നുള്ളതാണ് വേറൊരു സത്യം. എല്ലാവർക്കും അങ്ങനെയാണെന്ന് തോന്നണു അല്ലേ? ഞങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ പൂളിലൊക്കെ ഇറങ്ങി എല്ലാം കഴിഞ്ഞ് പിന്നെ പോകാനുള്ളതൊക്കെ ആയിട്ട് അപ്പോൾ ഡ്രസ്സൊക്കെ വീണ്ടും ചേഞ്ച് ചെയ്ത് പിന്നെ ഞങ്ങൾ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് യാത്ര തിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് എന്താ പറയുക, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ ഹോട്ടൽ. അപ്പോൾ ആരെങ്കിലുമൊക്കെ വരണവരൊക്കെ ഉണ്ടെങ്കിൽ റമദ ഹോട്ടൽ സെലക്ട് ചെയ്തോട്ടെ. നല്ല അടിപൊളി വൈബാണ് ഇവിടെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ പുതിയ വീഡിയോസുമായിട്ട് വരാം. ഓക്കെ, ബൈ, വീണ്ടും കാണാം.